ഇനി നമുക്ക് എഗ് ചില്ലി ഫ്രൈ ഉണ്ടാക്കുന്നതിന് നോക്കാം. ഇത് ബാച്ചിലേഴ്സിനൊക്കെ ആയിരുന്നാലും വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റിയ ഒരു കറിയാണത്. ഈ കറി കഴിക്കാനായിരുന്നാലും നല്ല ടേസ്റ്റ് ഉള്ളത്. ഈ കറി റൈസിന്റെ കൂടെ കഴിക്കാം, അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെ, അല്ലെങ്കിൽ ബ്രെഡിന്റെ കൂടെ, അല്ലെങ്കിൽ കുബൂസിന്റെ കൂടെ, അല്ലെങ്കിൽ അപ്പത്തിന്റെ കൂടെ, ഇതിന്റെ കൂടെ ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ഉള്ള ഒരു കറിയാണിത്. അപ്പൊ ഈ കറിയിലേക്ക് ഞാനിവിടെ പുളിക്ക് വേണ്ടിയിട്ട് ഒരു തക്കാളിയുടെ പകുതിയാണ് ചേർക്കുന്നത്. ഒരു തക്കാളിയുടെ പകുതി ചേർത്തിട്ടുണ്ടെങ്കിൽ കറിക്ക് അത്യാവശ്യം ചെറിയ പുളി ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ല പുളി വേണമെന്നുണ്ടെങ്കിൽ ഒരു തക്കാളിയുടെ പകുതി തുടങ്ങിയിട്ട് ഒരു മുഴുവൻ തക്കാളി വരെ ചേർക്കണം. അതിൽ കൂടുതൽ ചേർക്കണ്ട, കാരണം കുറേ തക്കാളി ചേർത്തിട്ടുണ്ടെങ്കിൽ അതിന് തക്കാളി കറിയുടെ ഒരു ടേസ്റ്റ് ആയിട്ട് മാറും. പിന്നെ ഈ കറിയിൽ എടുക്കുമ്പോൾ ഒരുപാട് ഗ്രേവിയിലല്ല ഈ കറി എടുക്കുന്നത്, കുറച്ച് നല്ല തിക്കായിട്ടാണ് എടുക്കുന്നത്. അപ്പോഴായിരിക്കും ആ കറി കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ കറിയാക്കാത്ത. ഈ എഗ് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 5 മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഈ മുട്ടയിൽ മസാല മിക്സ് ചെയ്തിട്ട് ഈ മുട്ട ഒന്ന് പതുക്കെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഇതിലേക്ക് മസാല മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് മുളകിൻ്റെ പൊടിയും വേണം, മഞ്ഞൾപ്പൊടിയും വേണം, കുരുമുളകിൻ്റെ പൊടിയും വേണം, ആവശ്യത്തിന് ഉപ്പും വേണം. അത് കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു തിക്ക് പേസ്റ്റ് ആക്കിയിട്ട് ഈ മുട്ടയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഈ മുട്ട ഒന്ന് പതുക്കെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. ഇതിലേക്ക് മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഇതേപോലത്തെ ഒരു 4 ചെറിയ കഷ്ണം തേങ്ങ കൊത്തെടുത്തിട്ടുണ്ട്. തേങ്ങ ഇരുന്നാലും കുഴപ്പമില്ല. അപ്പോൾ തേങ്ങയാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഒരു പിടി മുഴുവൻ എടുക്കണ്ട, ഒരു പിടിയുടെ ഒരു 3/4 ഭാഗം എടുത്താൽ മതിയാവും, കാരണം ഒരുപാട് തേങ്ങ ചേർക്കണ്ട. പിന്നെ ഞാനിവിടെ ഇതേപോലത്തെ ഒരു 5 വലിയ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഉണക്കമുളക് വേണം. ഉണക്കമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കാം. പിന്നെ വേണ്ടത് പെരിഞ്ജീരകമാണ്. പെരിഞ്ജീരകം 1/2 ടീസ്പൂൺ വേണം. പിന്നെ കരയാമ്പൂ വേണം. കരയാമ്പൂ ഞാനിവിടെ ഒരു 5 കരയാമ്പൂ എടുത്തിട്ടുണ്ട്, കൂടുതൽ ചേർക്കരുത്. ഇതെല്ലാം കൂടിയിട്ട് ഓയിലിട്ടിട്ട് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മൊരിയിച്ചിട്ട് എടുക്കണം. അത് കഴിഞ്ഞിട്ട് ഇത് നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. ഇതിലേക്ക് ഞാനിവിടെ ഇഞ്ചി ചേർക്കണില്ല. അപ്പോൾ വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കണം. തേങ്ങക്കൊത്തും കുറച്ച് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കണം. പിന്നെ കറിയിലേക്ക് തക്കാളി വേണം. ഞാനിവിടെ ഒരു തക്കാളിയുടെ പകുതി മാത്രമേ എടുത്തിട്ടുള്ളൂ. കൂടുതൽ തക്കാളി ചേർത്തിട്ടുണ്ടെങ്കിൽ ആ തക്കാളി കറിയുടെ ഒരു ടേസ്റ്റ് വരും. പിന്നെ ഒരു വലിയൊരു സവോള നല്ല പൊടിയായിട്ട് കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ ഇതിലേക്കുള്ള മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഈ വെളുത്തുള്ളിയും തേങ്ങക്കൊത്തും കുറച്ച് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുക. ഈ മുട്ടയിലേക്കുള്ള മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേറെ ചെറിയൊരു പാത്രം എടുക്കുക. ഇതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക. ഒരു 1/2 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് കുരുമുളകിൻ്റെ പൊടി ചേർക്കുക. 1/2 ടേബിൾ സ്പൂൺ മുളകിൻ്റെ പൊടി ചേർക്കുക. അത് ഇങ്ങനെ കൃത്യമായിട്ട് അത്രയ്ക്കാണ്ട് കറക്റ്റായിട്ടൊരു അളവ് വേണമെന്നില്ല. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇത് നല്ലൊരു തിക്ക് പേസ്റ്റ് ആക്കിയിട്ട് എടുക്കുക. ഇതേപോലെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ വെള്ളം പോലെ എടുക്കുക. ഒരുപാട് തിക്കായിട്ട് എടുക്കണ്ട. ഈ മുട്ട ഓരോന്നായിട്ട് ഇതിലേക്ക് നമുക്ക് ഡിപ്പ് ചെയ്യാം. മുട്ട ഇതിൽ ഡിപ്പ് ചെയ്യാൻ പോണതിന് മുമ്പ് ഈ മുട്ടയുടെ ഉള്ളിലേക്ക് ഇതേപോലെ ഇങ്ങനെ നിറച്ചിങ്ങനെ ഹോൾസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ഈ മസാലയുടെ ഈ എരിവൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് പിടിക്കും. ഇത് നീക്കി വയ്ക്കുക. ഇതിലേക്കുള്ള മസാലയൊക്കെ റെഡിയായിട്ട് വരുമ്പോഴേക്കും ഈ മുട്ടയുടെ ഉള്ളിലേക്ക് ചെറുതായിട്ട് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് കുറച്ച് നേരത്തെ ഇതേപോലെ നിങ്ങൾ മസാല മിക്സ് ചെയ്തിട്ട് വെക്കണം. ഇത് കഴിഞ്ഞിട്ട് ഈ കറിയിലേക്കുള്ള മസാല ചൂടാക്കിയിട്ട് നമ്മൾ അരച്ചെടുക്കാനുള്ളത് അരച്ചെടുക്കുക. അപ്പോൾ ഇത് നീക്കി വയ്ക്കുക. ഇതിലേക്കുള്ള മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കുക. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിലിൽ ഉണ്ടാക്കുക. അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉണക്കമുളക് ചേർക്കാം. ഉണക്കമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കാം. കാരണം ചില ഇതേപോലത്തെ ഉണക്കമുളകിന് നല്ല എരിവുണ്ടാവും, പക്ഷേ എൻ്റെ ഈ ഉണക്കമുളകിന് എരിവ് വളരെ കുറവാണ്. ഇതിലേക്ക് കറിയാമ്പൂ ചേർക്കാം. ഞാനിവിടെ ഒരു 5 കറിയാമ്പൂണ് ചേർക്കുന്നത്. പിന്നെ തേങ്ങക്കൊത്തും വെളുത്തുള്ളിയും ചേർക്കാം.
ഇതിലേക്ക് പെരിഞ്ജീരകം ചേർക്കണം. ഇത് പതുക്കെ വെളുത്തുള്ളി പതുക്കെ ഒന്ന് മൊരിഞ്ഞ് തുടങ്ങുമ്പോൾ പെരിഞ്ജീരകം ചേർത്താൽ മതി, അല്ലെങ്കിൽ പെരിഞ്ജീരകം കരിഞ്ഞു പോകും. ഇപ്പോൾ വെളുത്തുള്ളിയും തേങ്ങാക്കൊത്തൊക്കെ ചെറുതായിട്ട് മൊരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ഇനി തീ നന്നായിട്ടൊന്ന് കുറച്ച് വയ്ക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർക്കാം. ഈ പെരിഞ്ജീരകം കരിഞ്ഞു പോരുത്, അപ്പോൾ തീ നന്നായിട്ട് കുറച്ച് വയ്ക്കുക. കാരണം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടിരിക്കണാനും ഈ പെരിഞ്ജീരകം തീ അങ്ങോട്ട് കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് കരിഞ്ഞു പോകും. അപ്പോൾ ഇതെല്ലാവരും നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇത് വെളിച്ചെണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. ഈ വെളിച്ചെണ്ണ വേണ്ട, ഇത് മാത്രം എടുത്ത് മാറ്റിയാൽ മതി. ഇങ്ങനെ വെളിച്ചെണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റുന്ന സമയത്ത് തീ ഓഫ് ചെയ്യുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇത് നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ട് എടുക്കണം. ഒട്ടും തരി പാടില്ല, നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. നിങ്ങൾ മിക്സിയുടെ ചെറിയ ജാറിൽ ഇട്ടിട്ട് അരച്ചെടുക്കണം. കാരണം ഇത് വളരെ കുറച്ചുള്ളത് കൊണ്ട് വലിയ ജാറിലേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ ശരിക്കും അരഞ്ഞു കിട്ടില്ല. അപ്പോൾ ഇത് അരച്ചെടുക്കുക. ഈ സെയിം വെളിച്ചെണ്ണയിലേക്ക് തന്നെ നമ്മൾ മസാല മിക്സ് ചെയ്ത് വെച്ചേക്കണം. മുട്ട ചേർക്കുക. ഈ ഒരുപാട് കൂട്ടി വയ്ക്കേണ്ട, ഒരു മീഡിയം ഫ്ലെയിമിലിടുക. ഇത് ഓരോ സൈഡും പതുക്കെ ഒന്ന് മൊരിഞ്ഞ് തുടങ്ങുമ്പോൾ ഇതൊന്ന് തിരിച്ച് മറിച്ചിട്ട് കൊടുക്കുക. ആ മുട്ട മൊരിഞ്ഞെടുക്കുന്ന സമയം കൊണ്ട് ഇതിലേക്കുള്ള ഈ മസാല നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കുക. ഈ മുട്ട നിങ്ങൾ ഇടയ്ക്ക് ഇതേപോലെ ഇങ്ങനെ തിരിച്ച് മറിച്ചിട്ട് കൊടുക്കണം. തീ ഒരുപാട് കൂട്ടി വയ്ക്കരുത്. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കുക. ഒരുപാട് വെള്ളം ചേർക്കണ്ട. ആദ്യം കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്ന് അരച്ച് നോക്കുക. എന്നിട്ട് അരിഞ്ഞ് കിട്ടണമെങ്കിൽ അതനുസരിച്ചൊരു വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ മുട്ട മൊരിഞ്ഞിട്ടുണ്ട്. ഇത് ഓയിലിൽ നിന്ന് എടുത്ത് മാറ്റാം. നിങ്ങൾ മുട്ട ഇതേപോലെ മൊരിക്കാൻ ഇട്ട് കഴിഞ്ഞിട്ട് ഇതിലേക്കുള്ള മസാലയൊക്കെയും അരച്ചെടുത്താൽ മതി. അപ്പോൾ ആ സമയം കൊണ്ട് ഇതിരുന്നിട്ട് നന്നായിട്ട് മൊരിഞ്ഞോളും. ഇതിലേക്ക് കുറച്ചും കൂടിയും ഓയിൽ ചേർക്കുക. ഇപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നല്ല ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കണ സവോള ചേർക്കാം. സവോള നിങ്ങൾ കട്ട് ചെയ്തിട്ട് എടുക്കുമ്പോൾ നല്ല പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കണം. അപ്പോഴായിരിക്കും അത് ആ കറിയുടെ കൂടെ ശരിക്കും അങ്ങോട്ട് ചേർന്ന് പോവുക. അല്ലെങ്കിൽ സവോള കറിയിൽ സെപ്പറേറ്റ് ആയിട്ട് കിടക്കും. ഈ സവോള മൊരിഞ്ഞിട്ട് നല്ലൊരു ഗോൾഡൻ കളറാവണം. ഇപ്പോൾ സവോള മൊരിഞ്ഞ് നല്ലൊരു ഗോൾഡൻ കളറായി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 നുള്ളു മഞ്ഞൾപ്പൊടി ചേർക്കാം. ഈ സവോള ഇങ്ങനെ മൊരിച്ചെടുക്കുന്നതിന് നല്ലൊരു സ്മെല്ലുണ്ടാവും. ഈ തീ നന്നായിട്ടൊന്ന് കുറച്ച് വയ്ക്കുക. അപ്പോൾ മഞ്ഞൾപ്പൊടി ഇതിനകത്ത് കിടന്നിട്ട് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഈ സവോളയൊന്നും കരിഞ്ഞു പോരുത്. ഇത് നല്ലൊരു ഗോൾഡൻ കളറായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ തീ നന്നായിട്ട് കുറച്ച് വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുക. അതിന് കറക്റ്റായിട്ട് അളവൊന്നുമില്ല, കുറച്ച് മഞ്ഞൾപ്പൊടി ഒന്ന് ചേർക്കാം. ഞാൻ അതിലേക്ക് ഒരു 2 നുള്ളിൻ്റെ അടുത്ത് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ഞാൻ തീർന്നിട്ട് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നന്നായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കണം ഒരു തക്കാളിയുടെ പകുതി ചേർക്കാം. ഈ കറിയിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. തീ നന്നായിട്ട് കുറച്ച് തന്നെ വയ്ക്കാം. ഈ തക്കാളി സെപ്പറേറ്റ് വെന്തുടയാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട. ഇനി ഇതിലേക്ക് നമ്മൾ നല്ല പേസ്റ്റ് പോലെ അരച്ച് വെച്ചേക്കണം മസാല ചേർക്കാം. ഇതിലേക്ക് കുറച്ചും കൂടി വെള്ളം ചേർക്കാം. ഞാനിവിടെ ജാറിൽ ഒഴിച്ചിട്ടാണ് വെള്ളം ചേർക്കാൻ വേണ്ടിയിട്ട് പോണത്. ഒരു 3/4 ഗ്ലാസിൻ്റെ അടുത്ത് വെള്ളം ചേർക്കാം. ഞാനിവിടെ ഈ ജാറിലേക്ക് ഒഴിച്ചിട്ടാണ് ചേർക്കുന്നത്. കാരണം ഈ ജാറിൻ്റെ ഉള്ളിൽ കുറച്ച് മസാലയുണ്ട്. ഞാനിവിടെ സാധാരണ നമ്മൾ വീട്ടിലേക്ക് ഉപയോഗിക്കുന്ന സ്റ്റീലിൻ്റെ ഗ്ലാസ്സിൻ്റെ എടുത്തത്. ഇത്തിരി വെള്ളം കൂടിയാലും കുഴപ്പമില്ല. ഇത് കറിയിലേക്ക് ചേർക്കാം. ഇത് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ ആ വറുത്ത് വെച്ചേക്കണം മുട്ട ചേർക്കാം. നന്നായിട്ട് തിളച്ച് കഴിഞ്ഞിട്ട് മാത്രം മുട്ട ചേർത്താൽ മതി. ഇപ്പോൾ ഈ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആ വറുത്ത് വെച്ചേക്കണം മുട്ട ചേർക്കാം. ഈ കറിയുടെ ഗ്രേവി നല്ല തിക്കായിട്ട് വരണം. അപ്പോൾ കറി മൂടി വയ്ക്കുക. ഇടയ്ക്ക് കറി ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. കാരണം ഈ കറിയുടെ ഗ്രേവി പെട്ടെന്ന് അങ്ങോട്ട് തിക്കാവും. അപ്പോൾ ഇടയ്ക്ക് നിങ്ങൾ ഇളക്കിയിട്ട് കൊടുക്കുകയും വേണം. തീ പതുക്കെ ഒന്ന് കുറച്ച് വയ്ക്കുക. ഈ കറിയിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. നമ്മൾ ഏറ്റവും കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. ഈ ടേസ്റ്റ് നോക്കിയിട്ട് ടേസ്റ്റിനനുസരിച്ചിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കറിയുടെ ഗ്രേവി ഒന്നും കൂടി നന്നായിട്ടൊന്ന് തിക്കായിട്ട് വരണം. ഇനി മൂടി വെക്കണ്ട. ഇതേപോലെ ഒന്ന് ചെറുതായിട്ട് തിക്കായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് തുറന്ന് വെച്ചിട്ട് ഇതൊന്നും കൂടി ഒന്ന് തിക്കാക്കിയിട്ടെടുക്കാം. ഈ കറിയുടെ ഗ്രേവിയൊക്കെ ഒരിത് നന്നായിട്ട് തിക്കായിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യാം.
ഇതേപോലെ ഇങ്ങനെ ചെറുതായിട്ട് തിക്കായിട്ട് ഇടുന്നത്. അപ്പോഴായിരിക്കും ഈ കറി കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. കുറച്ച് മല്ലിയില ഇട്ടിട്ട് ഇതൊന്ന് ഗാർണിഷ് ചെയ്യാം. പിന്നെ ഈ കറിയുടെ ഏറ്റവും ലാസ്റ്റ് ഇപ്പോൾ നിങ്ങൾക്ക് മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കുറച്ച് മല്ലിയിലയും കൂടിയും ചേർക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമാവും ഇത്.